ഈശോ മിശിഹായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മോശയുടെ സഹോദരനും ഇസ്രായേലിലെ ആദ്യത്തെ മഹാപുരോഹിതനുമായിരുന്ന അഹറോനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിരുന്ന കാലഘട്ടത്തിൽ ലേവി ഗോത്രത്തിലാണ് അഹറോൻ ജനിച്ചത്. ലേവി യാക്കോബിൻ്റെ 12 പുത്രന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ നിന്നാണ് ലേവി ഗോത്രം ഉണ്ടായത്. അഹറോന്റെ മൂത്ത സഹോദരി മിരിയാമും ഇളയ സഹോദരൻ മോശയുമായിരുന്നു. അഹറോനും മോശയും തമ്മിൽ 3 വർഷത്തെ പ്രായവ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 7-ാം വാക്യം. അഹറോന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കുറച്ചേ പരാമർശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അമ്രാമും യോക്കേബേദുമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഹെബ്രായ ശിശുക്കളെ കൊല്ലുവാനായിട്ട് ഫറവോ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതിന് മുമ്പായിരിക്കണം അഹറോൻ ജനിച്ചത്. അതുകൊണ്ട് അഹറോൻ ജനിച്ചപ്പോൾ മോശയ്ക്ക് ഉണ്ടായതുപോലെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നില്ല. അഹറോന്റെ ഭാര്യ യൂദയാ ഗോത്രത്തിലെ അമിനാദാബിന്റെ മകളായ എലിശേബ അല്ലെങ്കിൽ എലിസബത്ത് ആയിരുന്നു. അവൾ യഹൂദരുടെ നേതാവായിരുന്ന നഹശോന്റെ സഹോദരിയായിരുന്നു. അഹറോന് 4 പുത്രന്മാരുണ്ടായിരുന്നു: നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ. എലയാസറാണ് പിന്നീട് അഹറോന്റെ പിൻഗാമിയായി മഹാപുരോഹിതനായത്. മോശയുടെ ദൈവവിളിയുമായി ബന്ധപ്പെട്ടാണ് അഹറോനെക്കുറിച്ച് ബൈബിളിൽ ആദ്യമായി പരാമർശിക്കുന്നത്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം മോശയെ വിളിച്ചപ്പോൾ സ്വന്തം വാക്ചാതുര്യക്കുറവ് പറഞ്ഞ് മോശ മടിച്ചു. അപ്പോൾ സമർത്ഥ പ്രഭാഷകനായ അഹറോനെ ദൈവം മോശയുടെ വക്താവായി അല്ലെങ്കിൽ പ്രവാചകനായി നിയമിച്ചു. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പറയുന്ന പ്രകാരം ദൈവം മോശയോട് കൽപ്പിച്ചു, പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ വക്താവായിരിക്കും. നീ അവന് ദൈവത്തെ പോലെയും. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അഹറോൻ ഹോറേബ് മലയിൽ മോശയെ കാണാൻ പോയി. അവിടെ വെച്ച് ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി അദ്ദേഹം അറിഞ്ഞു. സഹോദരന്മാരായ മോശയും അഹറോനും ഈജിപ്തിലേക്ക് മടങ്ങി. അവർ ഇസ്രായേലിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി. അഹറോൻ അവരോട് ദൈവത്തിൻ്റെ സന്ദേശം നൽകി. ദൈവം തങ്ങളെ അയച്ചതാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ വടി ഒരു സർപ്പമാക്കി മാറ്റുന്ന അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് പോലും അടയാളങ്ങൾ അവർ കാണിച്ചവരെ ബോധ്യപ്പെടുത്തി. അഹറോനും മോശയും കൂടി ഫറവോനെ കാണാൻ പോയി. എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന ദൈവത്തിൻ്റെ ആവശ്യം ധൈര്യത്തോടെ അറിയിച്ചുകൊണ്ട് ഫറവോയുടെ മുമ്പാകെ മോശയുടെ ശബ്ദമായിരുന്നു അഹറോൻ. പുറപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. അത്ഭുതങ്ങളിലൂടെ തങ്ങളുടെ ദൈവിക നിയോഗം വെളിപ്പെടുത്തുന്നതിൽ അഹറോൻ ഒരു പ്രധാന പങ്ക് വഹിച്ചു. പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അഹറോൻ തൻ്റെ വടി ഫറവോന്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ എറിഞ്ഞു. അത് ഒരു സർപ്പമായി മാറി. 10 ബാധകളുടെ പരമ്പരയിൽ അഹറോന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചു. മോശയിലൂടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നിരവധി ബാധകൾ ആരംഭിക്കുവാൻ തൻ്റെ വടി നീട്ടിയത് അഹറോനായിരുന്നു. നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി മാറ്റുവാനും തവളകളെ ആ ദേശത്ത് പെരുക്കുവാനും പൊടി വേനുകളായി മാറ്റുവാനും അഹറോന് കഴിഞ്ഞു. പുറപ്പാടിൻ്റെ പുസ്തകം 7-8 അധ്യായങ്ങളിൽ ഇവയെല്ലാം വിവരിക്കുന്നുണ്ട്. 2 സഹോദരന്മാരും ഫറവോയുടെ മുമ്പാകെ പലതവണ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു. മരുഭൂമിയിലൂടെ ആളുകളെ നയിക്കുവാൻ അഹറോൻ മോശയെ സഹായിച്ചു. തൻ്റെ സഹോദരനോടൊപ്പം ജനങ്ങളുടെ വിജയങ്ങളും എതിർപ്പുകളും അവൻ അനുഭവിച്ചു. ഇസ്രായേൽക്കാർ അമലേക്കരുമായി പോരാടിയപ്പോൾ ദൈവത്തിൻ്റെ വടി ഉയർത്തിപ്പിടിക്കുവാൻ അഹറോൻ ഹൂരുമായി മോശയുടെ കൈകളെ പിന്തുണച്ചു. അങ്ങനെ മോശയുടെ കൈകൾ പ്രാർത്ഥനയിൽ ഉയർത്തിപ്പിടിച്ചിടത്തോളം കാലം ഇസ്രായേൽ വിജയിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 13 വരെ വാക്യങ്ങൾ. അഹറോൻ ജനങ്ങളുടെ പരാതികളെയും നേരിട്ടു. മരുഭൂമിയിൽ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച്
ഇസ്രായേൽക്കാർ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. പുറപ്പാട് 16:2. തുടർന്ന് ദൈവത്തിൻ്റെ സംരക്ഷണ വാഗ്ദാനം അഹ്റോൻ ജനങ്ങളെ അറിയിച്ചു. പുറപ്പാട് 16:9-10 വാക്യം. അവരെ പോറ്റാൻ ദൈവം കാടപ്പക്ഷികളെയും ആകാശത്ത് നിന്ന് മന്നയും അയച്ചു. പുറപ്പാട് 16:6-15 വരെ. ഒരു പാത്രം മന്ന സാക്ഷ്യത്തിനായി സൂക്ഷിക്കുവാനും അത് കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുവാനും അഹ്റോനോട് കൽപ്പിക്കപ്പെട്ടു. അപ്രകാരം അദ്ദേഹം ചെയ്തു. ഇസ്രായേൽക്കാർക്കിടയിൽ ആദരണീയനായ ഒരു നേതാവായിട്ട് അഹ്റോൻ ഉയർന്നു വന്നു. ഇസ്രായേൽ സീനായ് പർവ്വതത്തിൽ എത്തിയതിനു ശേഷം അഹ്റോന്റെ പങ്ക് ഒരു വക്താവിൽ നിന്ന് മഹാപുരോഹിതനായി വളർന്നു. 10 കൽപ്പനകൾ സ്വീകരിക്കുവാൻ മോശ പർവ്വതത്തിൽ കയറിയപ്പോൾ പകുതി ദൂരം മുകളിലേക്ക് പോകുവാൻ അനുവദിച്ചവരിൽ അഹ്റോനും ഉണ്ടായിരുന്നു. അഹ്റോൻ, നാദാബ്, അബീഹു, ഇസ്രായേലിലെ 70 മൂപ്പന്മാർ എന്നിവർ ഒരു ഉടമ്പടി ഭക്ഷണം കഴിക്കുകയും ദൈവത്തിൻ്റെ ദൈവിക ദർശനം കാണുകയും ചെയ്തു. പുറപ്പാട് 24:9-11 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് ഇസ്രായേലിൽ ഔപചാരിക പൗരോഹിത്യത്തിനായുള്ള വിശദമായ നിർദ്ദേശങ്ങൾ ദൈവം നൽകി. പുരോഹിത ശുശ്രൂഷകരായി ലേവ്യ ഗോത്രത്തിൽ നിന്ന് ദൈവം അഹ്റോനെയും പുത്രന്മാരെയും തിരഞ്ഞെടുത്തു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ മഹാപുരോഹിതനായി മോശ അഹ്റോനെ പ്രതിഷ്ഠിച്ചു. 7 ദിവസത്തെ സ്ഥാനാരോഹണത്തിന് ശേഷം അഹ്റോനും പുത്രന്മാരും അവരുടെ ശുശ്രൂഷ ആരംഭിച്ചു. അഹ്റോനും മോശയും ഒരുമിച്ച് ജനങ്ങളെ അനുഗ്രഹിച്ചു. പുറപ്പാടിൻ്റെ 28-29 അധ്യായങ്ങളിൽ മഹാപുരോഹിതനും പുത്രന്മാർക്കും വേണ്ടിയുള്ള പ്രത്യേക വസ്ത്രങ്ങളെയും സ്ഥാനാരോഹണ ചടങ്ങിനെയും വിവരിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ ശുദ്ധീകരണം, അഹ്റോനെ അലങ്കരിച്ച പൗരോഹിത്യ വസ്ത്രം ധരിക്കൽ, വിശുദ്ധ തൈലം പൂശൽ, യാഗങ്ങൾ അർപ്പിക്കൽ എന്നിവ വിവരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൽ നിന്നുള്ള അഗ്നി ബലിപീഠത്തിലെ യാഗം ദഹിപ്പിച്ചു കളഞ്ഞു. അത് അഹ്റോന്റെ പൗരോഹിത്യത്തിനുള്ള ദൈവത്തിൻ്റെ അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു. ലേവ്യർ 9:23-24 വാക്യങ്ങൾ. അഹ്റോൻ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനായി സേവനമനുഷ്ഠിച്ച് ആരാധന കർമ്മകാര്യങ്ങളിൽ ദൈവത്തിനും ഇസ്രായേൽക്കാർക്കും ഇടയിൽ മുഖ്യ മധ്യസ്ഥനായി. പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, സമാഗമ കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പാപയാഗങ്ങളുടെ രക്തം തെളിക്കുവാനും ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാനും അവന് മാത്രമേ കഴിയൂ. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം. ദിവസേനയുള്ള യാഗങ്ങളും ധൂപങ്ങളും വിശുദ്ധിയുടെ പരിപാലനവും അവൻ പതിവായി ക്രമീകരിച്ചുകൊണ്ടിരുന്നു. ദൈവം അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാനും ദൈവനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുവാനും ചുമതലപ്പെടുത്തി. അങ്ങനെ അഹ്റോൻ ലേവ്യ ഗോത്രത്തിൻ്റെ ആത്മീയ നേതാവും ഇസ്രായേലിൻ്റെ ആരാധനയുടെ പ്രധാന ഭരണാധികാരിയുമായി. അഹ്റോന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ തന്നെ അഹ്റോന്റെ മൂത്ത പുത്രന്മാരായ നാദാബും അബീഹുവും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അനധികൃത അഗ്നി അർപ്പിച്ചു. ദൈവത്തിൻ്റെ തീ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായം 1-2 വരെയുള്ള വാക്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറും ഇത്താമറും അദ്ദേഹത്തോടൊപ്പം പൗരോഹിത്യ ശുശ്രൂഷ തുടർന്നു. ഈ സംഭവം ദൈവാരാധനയെ ശരിയായ രീതിയിൽ സമീപിക്കേണ്ടതിൻ്റെ ഗൗരവം അഹ്റോനെയും ഇസ്രായേൽക്കാരെയും ബോധ്യപ്പെടുത്തി. ജീവിതാവസാനം വരെ അഹ്റോൻ മഹാപുരോഹിതനായി തുടർന്നു. അഹ്റോന്റെ നിരവധി പരീക്ഷണങ്ങളും പരാജയങ്ങളും നേരിടേണ്ടി വന്നു. ഈ സംഭവങ്ങൾ നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്തേത് സ്വർണ്ണ കാളക്കുട്ടിയുടെ അനുഭവമാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാമത്തെ അധ്യായം. മോശ സീനായ് മലയിൽ പോയി 40 ദിവസം താമസിച്ചപ്പോൾ ഇസ്രായേൽക്കാർ ഉത്കണ്ഠാകുലരായി. തങ്ങളെ നയിക്കുവാൻ ഒരു ദൃശ്യദൈവത്തെ നൽകുവാൻ അവർ അഹ്റോനെ നിർബന്ധിച്ചു. അഹ്റോൻ അവരുടെ സ്വർണ്ണ കപ്പലുകൾ ശേഖരിച്ച് ഒരു കാളക്കുട്ടിയെ ഉരുക്കിയുണ്ടാക്കി. അപ്പോൾ ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 4-ാം വാക്യം. അഹ്റോൻ ഒരു ബലിപീഠം പണിയുകയും ഉത്സവം പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വർണ്ണക്കാളക്കുട്ടിയുടെ മുമ്പാകെ ആളുകൾ ബലിയർപ്പിച്ചു, നൃത്തമാടി. ഈ കാളക്കുട്ടിയെ ഒരു പുതിയ വിഗ്രഹമായാണോ അതോ യഹോവയുടെ ഭാഗ്യരൂപമായിട്ടാണോ അഹ്റോൻ ഉദ്ദേശിച്ചത് എന്ന് തർക്കവിഷയമാണ്. ഈജിപ്തിലെ കാള ആരാധനയുടെ സ്വാധീനത്തിൽ എപ്പിസ്, ഈജിപ്തിൽ നിന്നും വന്ന ഇസ്രായേൽക്കാർ
ഒരുപക്ഷെ പഴയ മതചിഹ്നങ്ങളിലേക്ക് മടങ്ങിയിരിക്കാം. എന്നാൽ അത് ഗുരുതരമായ പാപവും അഹ്റോന്റെ നേതൃത്വത്തിന്റെ വീഴ്ചയുമായിരുന്നു. ഒരു റബിനിക്ക് വ്യാഖ്യാനം അനുസരിച്ച് അഹ്റോൻ ഭയം നിമിത്തം പ്രവർത്തിച്ചിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ജനക്കൂട്ടത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കാം. വിസമ്മതിച്ചാൽ അഹ്റോന് ജീവനി ഉണ്ടാകുമെന്ന് ഭയന്നിരിക്കാം. അങ്ങനെ അഹ്റോൻ സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് വിഗ്രഹാരാധനയ്ക്ക് എതിരായ ദൈവത്തിൻ്റെ ഗുരുതരമായ കൽപ്പന ലംഘിച്ച് ജനങ്ങളെ പാപത്തിലേക്ക് നയിച്ചു. മോശ മലമുകളിൽ നിന്നും ഇറങ്ങി വന്ന് വിഗ്രഹാരാധനയുടെ ആഘോഷങ്ങൾ കണ്ടപ്പോൾ അഹ്റോനോട് ചോദിച്ചു, നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 21-ാമത്തെ വാക്യം. അഹ്റോന്റെ മറുപടി ലജ്ജാകരമായൊരു ഒഴികഴിവായിരുന്നു. അദ്ദേഹം സ്വയം കുറ്റമേറ്റെടുക്കുന്നതിന് പകരം ജനങ്ങളെ കുറ്റപ്പെടുത്തുകയും ജനം നൽകിയ സ്വർണം ഒരുക്കിയപ്പോൾ കാളക്കുട്ടി തീയിൽ നിന്ന് പുറത്തു വന്നു എന്ന് ന്യായീകരിക്കുകയും ചെയ്തു. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 24 വരെ വാക്യങ്ങൾ. അഹ്റോനോട് ക്ഷമിക്കാനായി മോശ ദൈവസന്നിധിയിൽ മധ്യസ്ഥത വിളിച്ച് പ്രാർത്ഥിച്ചു. നിയമാവർത്തന പുസ്തകം 9:20. മോശയുടെ പ്രാർത്ഥനയാൽ മറ്റുള്ളവരുടെ മേൽ വന്ന ശിക്ഷയിൽ നിന്നും അഹ്റോൻ മോചിതനായി. ആ ദിവസം ഏകദേശം 3000 വിഗ്രഹാരാധകർ ലേവ്യരുടെ വാളാൽ മരിച്ചു വീണു. ഈ പരാജയത്തിന് ശേഷവും ദൈവം തൻ്റെ കരുണയാൽ പുരോഹിത വർഗത്തിലേക്കുള്ള അഹ്റോന്റെ സ്ഥാനലബ്ധിയെ പിൻവലിച്ചില്ല. സമ്മർദ്ദത്തിന് വഴങ്ങിയ അഹ്റോന്റെ ബലഹീനതയെയും ദൈവത്തിൻ്റെ അതിരറ്റ കരുണയെയുമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. അഹ്റോൻ തൻ്റെ സേവനം തുടർന്നു. അതിനുശേഷം അദ്ദേഹം പക്വത പ്രാപിച്ചു. ദൈവത്തെക്കാൾ ജനവികാരത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഗുരുതരമായ പാപത്തിൽ വീഴാമെന്ന് ഇന്ന് നമ്മളെയും അത് പഠിപ്പിക്കുന്നു. ആത്മാർത്ഥമായ മാനസാന്തരവും മധ്യസ്ഥ പ്രാർത്ഥനയും ഈ പാപികളെ തിരികെ എത്തിക്കുമെന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, ഹസേരോത്ത് എന്ന സ്ഥലത്ത് മറ്റൊരു പരീക്ഷണമുണ്ടായി. അവിടെ അഹ്റോനും അവൻ്റെ സഹോദരി മിരിയാമും മോശയ്ക്കെതിരെ, സ്വന്തം സഹോദരനെതിരെ സംസാരിച്ചു. മോശയുടെ മിദിയായിൽ നിന്നുള്ള കുഷ്യസ്ത്രീയെ ആയ ഭാര്യയെക്കുറിച്ച് അവർ പരാതിപ്പെട്ടു. മോശയ്ക്ക് സവിശേഷ പദവി നൽകുന്നതിനെ അവർ ചോദ്യം ചെയ്തു. അവർ ചോദിച്ചു, കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ലേ? സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അസൂയയാൽ പ്രേരിതമായ ഈ വിമർശനം ദൈവത്തെ അപ്രീതിപ്പെടുത്തി. കർത്താവ് മോശയെയും അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു വരുത്തി. തൻ്റെ ആത്മാർത്ഥ ദാസൻ എന്ന നിലയിൽ മോശയുടെ പ്രത്യേക പങ്കിനെ സ്ഥിരീകരിച്ചുകൊണ്ട് അഹ്റോനെയും മിരിയാമിനെയും കഠിനമായി ശാസിച്ചു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ. ശിക്ഷയായി മിരിയാമിന് കുഷ്ഠരോഗം പിടിപെട്ടു. തൻ്റെ സഹോദരി ശിക്ഷ അനുഭവിക്കുന്നത് കണ്ട് അഹ്റോൻ വിനയാന്വിതനായി മോശയോട് മാപ്പപേക്ഷിച്ചു. ദൈവം അവളോട് ക്ഷമിക്കാൻ മോശ വഴി അഹ്റോൻ അപേക്ഷിച്ചു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇതിൽ അഹ്റോന്റെ അനുതാപവും അനുകമ്പയും നിറഞ്ഞ ഹൃദയം നാം കാണുന്നുണ്ട്. മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. മിരിയാമിനെ 7 ദിവസം പാളയത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം അവൾ സുഖം പ്രാപിച്ചു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. മിരിയാമിന് മാത്രമേ ബാഹ്യശിക്ഷ ലഭിച്ചുള്ളൂ. ഇത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ അഹ്റോൻ മിരിയാമിന്റെ പരാതി കേട്ടിട്ട് അത് നിരുത്സാഹപ്പെടുത്താത്തതാകാം. ആയിടെ അഹ്റോൻ മഹോപുരോഹിതനായി ഉയർത്തപ്പെട്ടത് താൻ മോശയ്ക്ക് തുല്യനാണെന്ന തോന്നൽ അഹ്റോനിൽ അഹങ്കാരം ജനിപ്പിച്ചിരിക്കാം. അസൂയയ്ക്കും സമൂഹത്തിലെ അഭിപ്രായ വ്യത്യാസത്തിനും എതിരായി എടുക്കേണ്ട ജാഗ്രതയാണ് ഇത് മുന്നറിയിപ്പ് നൽകുന്നത്. സ്വയം പ്രതിരോധിക്കുന്നതിന് പകരം അഹ്റോൻ ദൈവികമായ തിരുത്തൽ സ്വീകരിക്കുകയും മിർയാമിന് വേണ്ടി തീക്ഷ്ണമായി മധ്യസ്ഥ വഹിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നതിൻ്റെ പ്രാധാന്യം നാം ഇവിടെ മനസ്സിലാക്കുന്നു. അഹ്റോന്റെ അനുതാപം നമുക്കും മാതൃകയാക്കാം. അഹ്റോന്റെയും സന്താനങ്ങളുടെയും പൗരോഹിത്യ അവകാശത്തെ ലേവ്യ വംശജരും അഹ്റോന്റെ ബന്ധുവുമായ കോരഹിന്റെ നേതൃത്വത്തിൽ 250 നേതാക്കൾ ചോദ്യം ചെയ്തു. സംഖ്യയുടെ പുസ്തകം 16-17 അധ്യായങ്ങൾ. സംഖ്യയുടെ പുസ്തകം 16:3 നാം ഇപ്രകാരം വായിക്കുന്നു: അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിർവിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യേ ഉണ്ട്.
പിന്നെ എന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു? അഹ്റോന് ദൈവം നൽകിയ പദവിയോട് നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഇത്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശ എല്ലാ വിമതരെയും അഹ്റോനോടൊപ്പം ധൂപാർച്ചന നടത്തുവാൻ വേണ്ടി ധൂപകലശത്തിൽ കുന്തിരിക്കുമിട്ട് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു. അപ്പോൾ കർത്താവിന്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു. തുടർന്നുണ്ടായ നാടകീയ ന്യായവിധിയിൽ ഭൂമി പിളർന്ന് കോരഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടി വിഴുങ്ങിക്കളഞ്ഞു. സംഖ്യയുടെ പുസ്തകം 16:32. കൂടാതെ കർത്താവിൽ നിന്നും അഗ്നി ഇറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഈ ഭയാനക സംഭവം മോശയുടെ സ്വജന പ്രീണനം കൊണ്ടല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മൂലമാണ് അഹ്റോനെ പ്രധാന പുരോഹിതനായി നിശ്ചയിച്ചത് എന്ന് തെളിയിച്ചു. മോശയും അഹ്റോനും യഹോവയുടെ ജനത്തെ കൊന്നു എന്ന് പിറ്റേന്ന് തന്നെ സമൂഹം പരാതിപ്പെട്ടു. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 41-ാം വാക്യം. അത് വീണ്ടും ദൈവകോപത്തിന് കാരണമായി. ഇസ്രായേലിന്റെ ഇടയിൽ അതിന് ശിക്ഷയായി ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ മോശ നിർദ്ദേശിച്ച പ്രകാരം അഹ്റോൻ തൻ്റെ ധൂപ കലശമെടുത്ത് അതിൽ തീയും ധൂപവും ഇട്ടിട്ട് പാപപരിഹാരം വരുത്തുവാൻ സമൂഹത്തിൻ്റെ നടുവിലേക്ക് ഓടി. ബാധ വർദ്ധിച്ചപ്പോൾ അവൻ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ നിന്ന് ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. അഹ്റോന്റെ മധ്യസ്ഥത നിമിത്തം ബാധ നിലച്ചു. പക്ഷെ 14,700 പേർ അന്ന് നശിച്ചു. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 49-ാം വാക്യം. പാപികൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതിൽ പുരോഹിതരുടെ പങ്ക് അത് പ്രകടമാക്കി. ഇത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ക്രിസ്തു ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ത്യാഗത്താൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബാധയിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നു. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കുവാൻ ദൈവം മറ്റൊരു അടയാളം കൂടി നൽകി. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഓരോ ഗോത്രത്തിൻ്റെയും നേതാക്കന്മാർ രാത്രി മുഴുവൻ സമാഗമ കൂടാരത്തിൽ തങ്ങളുടെ അംശവടികൾ സ്ഥാപിച്ചു. അഹ്റോൻ ലേവ്യവംശത്തെ പ്രതിനിധാനം ചെയ്ത് തൻ്റെ വടിയെ സ്ഥാപിച്ചിരുന്നു. അവയിൽ ഓരോരുത്തരും അതാത് ഗോത്രത്തിൻ്റെ നാമം ആലേഖനം ചെയ്തു. രാവിലെ ആയപ്പോഴേക്കും ലേവ്യരുടെ പ്രതിനിധിയായ അഹ്റോന്റെ വടി അത്ഭുതകരമായി മുളച്ച് പുഷ്പിച്ച് ബദാം ഉൽപ്പാദിപ്പിച്ചു. ഈ അത്ഭുതം അഹ്റോനും അവൻ്റെ കുടുംബവും കർത്താവിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു. ഈ സംഭവങ്ങൾക്ക് ശേഷം യഹോവയുടെ തിരഞ്ഞെടുപ്പ് അഹ്റോന്റെ മേലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പഴയ ഉടമ്പടിയിലെ പൗരോഹിത്യം അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഒരു നിത്യനിയമമായി ഉണ്ടായിരിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 29:9. ഹെബ്രായർക്കുള്ള ലേഖനം 5:4 നാം ഇപ്രകാരം വായിക്കുന്നു: അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അഹ്റോന്റെ തളിർത്ത വടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ശാശ്വത ഓർമ്മപ്പെടുത്തലായി ഉടമ്പടിയുടെ പേടകത്തിൽ സൂക്ഷിച്ചിരുന്നു. ഹെബ്രായർ 9:4. പിൽക്കാല യഹൂദ പാരമ്പര്യം അഹ്റോനെ അനുസ്മരിക്കുന്നത് വലിയ ദയയും സമാധാന സ്ഥാപകനുമായ മനുഷ്യനായിട്ടാണ്. അഹ്റോൻ കലഹിക്കുന്ന കക്ഷികളെ, ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും രമ്യമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ശ്രമിക്കുമായിരുന്നു. അതിനാൽ ജനങ്ങൾ അദ്ദേഹത്തെ ആഴമായി സ്നേഹിക്കുവാൻ ഇടയായി. തെറ്റ് ചെയ്താലും ആത്മാർത്ഥതയോടെ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ വിശുദ്ധി സാധ്യമാണെന്ന് അഹ്റോന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ പുരോഹിതന്മാരെ സാർവത്രികമായി അഹ്റോന്റെ പുത്രന്മാരെന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ മഹാപുരോഹിത സ്ഥാനം അഹ്റോന്റെ വംശജർക്ക് മാത്രമായിരുന്നു. ദാവീദ് രാജാവിൻ്റെ കാലത്തെ പുരോഹിതനായ സാദോക്ക് അഹ്റോന്റെ വംശാവലിയിൽ നിന്നുള്ളവനായിരുന്നു. പ്രവാസാനന്തര പുസ്തകങ്ങളായ എസ്ര, നെഹേമിയ, ദിനവൃത്താന്തം എന്നിവ അഹ്റോനിലേക്കുള്ള പുരോഹിതരുടെ വംശാവലി പട്ടിക ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിലെ രാജാവില്ലായിരുന്നപ്പോഴും AD 70-ാം ആണ്ടില് യെരൂശലേം ദേവാലയം നശിപ്പിക്കുന്നത് വരെ അഹ്റോന്റെ വംശത്തിൽ നിന്ന് മഹാപുരോഹിതന്മാർ ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാൻ അഹ്റോന്റെ വംശാവലിയിൽ നിന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് സക്കറിയ അബിയായുടെ ഗണത്തിൽ നിന്നുള്ള പുരോഹിതനും അദ്ദേഹത്തിൻ്റെ അമ്മ എലിസബത്ത് അഹ്റോന്റെ പുത്രിമാരിൽ ഒരാളുമായിരുന്നു. ലൂക്കാട് സുവിശേഷം 1:5. ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ മുൻനിഴലായിരുന്നു അഹ്റോന്റെ പൗരോഹിത്യം. എന്നിരുന്നാലും യഹൂദ വംശാവലിയിൽ പിറന്ന ക്രിസ്തു ഒരു മഹാപുരോഹിതനായത് അഹ്റോന്റെ അല്ല, മൽക്കീസേദെക്കിന്റെ ക്രമമനുസരിച്ചാണ്.
ഹെബ്രായർ 7:11. പാപിയായിരുന്ന അഹ്റോൻ ജനത്തിന്റെ പാപപരിഹാരത്തിന് ആവർത്തിച്ചുള്ള ബലിയർപ്പണം നടത്തേണ്ടിയിരുന്നു. എന്നാൽ പാപരഹിതനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ തന്നെ ബലിയർപ്പിച്ചു. പഴയ ഉടമ്പടിയിലെ പുരോഹിതന്മാരിൽ ആദ്യത്തേത് അഹ്റോൻ ആയിരുന്ന പോലെ ക്രിസ്തു പുതിയ ഉടമ്പടിയിൽ ആദ്യ പുരോഹിതനായി. അഹ്റോൻ ഹെബ്രായി പുരോഹിതന്മാരുടെ ആദ്യ തലവനായി ഏകദേശം 40 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടതിന്റെ 39ാമത്തെ വർഷത്തിൽ മെരീബായിൽ വെച്ച് മോശയും അഹ്റോനും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചപ്പോൾ ദൈവത്തോട് വിശ്വാസക്കുറവ് കാണിച്ചു. അതിനാൽ ദൈവം അവരോട് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞു. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 12-ഉം 24-ഉം വാക്യങ്ങൾ. അഹ്റോന്റെ മരണ സമയം വന്നിരിക്കുന്നുവെന്ന് ദൈവം സൂചിപ്പിച്ചു. ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് മോശ അഹ്റോനെയും അദ്ദേഹത്തിന്റെ മകൻ എലയാസറിനെയും മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് മോശ അഹ്റോന്റെ പുരോഹിത വസ്ത്രങ്ങൾ ഊരി എലയാസറിനെ ധരിപ്പിച്ച് മഹാപുരോഹിത സ്ഥാനം ഔപചാരികമായി മാറ്റി. സംഖ്യയുടെ പുസ്തകം 20-26. അഹ്റോൻ അങ്ങനെ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. മോശയും എലയാസറും അഹ്റോന്റെ ഇല്ലാതെ മടങ്ങേണ്ടി വന്നു. സംഖ്യയുടെ പുസ്തകം 20-28. ഇസ്രായേൽ സമൂഹം മുഴുവനും അഹ്റോന് വേണ്ടി 30 ദിവസം വിലപിച്ചു. സംഖ്യയുടെ പുസ്തകം 20-29. മരിക്കുമ്പോൾ അഹ്റോന് 123 വയസ്സായിരുന്നു. സംഖ്യയുടെ പുസ്തകം 33-ാം അധ്യായം 39-ാമത്തെ വാക്യം. അഹ്റോന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗത സ്ഥലം ആധുനിക ജോർദാനിലെ പെട്രയ്ക്ക് സമീപമുള്ള ജേബേൽ ഹാരൂൺ, അതായത് അഹ്റോന്റെ പർവ്വതം ആണ്. പുരാതന കാലം മുതൽ ആ പർവ്വതത്തിൽ ആരാധനാലയം നിലവിലുണ്ട്. അഹ്റോന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കുവാൻ സാധിക്കും? ഒന്നാമത്, അഹ്റോൻ കാളക്കുട്ടിയെ വിഗ്രഹമായി നിർമ്മിച്ചത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജനകീയ സമ്മർദ്ദം നമ്മെ നയിക്കുവാൻ അനുവദിക്കുന്നതിൻ്റെ അപകടമാണ്. സാമൂഹിക സമ്മർദ്ദം കണക്കിലെടുക്കാതെ നാം ദൈവത്തോടും ദൈവകൽപ്പനകളോടും ഈശോ തലവനായിരിക്കുന്ന സഭയോടും വിശ്വസ്തരായിരിക്കണം. രണ്ടാമത്, മോശയോടുള്ള അഹ്റോന്റെ അസൂയയും അഹ്റോനോടുള്ള മറ്റുള്ളവരുടെ അസൂയയും കാണിക്കുന്നത് സ്വന്തം ആളുകൾ പോലും അസൂയപ്പെടാൻ സാധ്യതയുണ്ടെന്നതാണ്. അഹങ്കാരത്തിനും മത്സരത്തിനും എതിരെ നാം ജാഗ്രത പാലിക്കണം. മൂന്നാമത്, ബാധയുടെ സമയത്തെ അഹ്റോന്റെ മധ്യസ്ഥത പാപികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ശക്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. നാലാമത്, അഹ്റോന്റെ മിർയാമിനായുള്ള അപേക്ഷയും മോശയുടെ നേതൃത്വം അംഗീകരിക്കലും ദൈവത്തിൻ്റെ ശാസനയും അവൻ നിയമിച്ചവരുടെ അധികാരവും സ്വീകരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമാധാനദാതാവ് എന്ന നിലയിൽ അഹ്റോന്റെ പ്രശസ്തി നമ്മുടെ സമൂഹങ്ങളിൽ സമാധാനവും അനുരഞ്ജനവും പിന്തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അഹ്റോന്റെയും മോശയുടെയും അബ്രാഹത്തിൻ്റെയും ദൈവമേ, ഇസ്രായേലിൻ്റെ ആദ്യ പുരോഹിതനായ അഹ്റോന്റെ മാതൃകയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇസ്രായേലിനെ ആരാധനയിൽ നയിക്കുവാനും അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാനും നീ അവനെ തിരഞ്ഞെടുത്തു. അഹ്റോനെ പോലെ വിശുദ്ധിക്കും സേവനത്തിനുമുള്ള നിന്റെ ആഹ്വാനത്തിന് ഞങ്ങൾ ഉത്തരം നൽകട്ടെ. വിഗ്രഹാരാധനയും അസൂയയും ഒഴിവാക്കി സഹോദരങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നീ അഹ്റോനെ വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു രാജകീയ പുരോഹിത വർഗമാവുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ നിനക്ക് വിശുദ്ധ ബലിയായി അർപ്പിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ ആരാധന നിർമ്മലവും ഞങ്ങളുടെ ഹൃദയങ്ങൾ വിനിതവുമാകട്ടെ. നീ അഹ്റോനോട് കരുണ കാണിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.